عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ദീനിൻ്റെ വിധിവിലക്കുകൾ യഥാവിധി പാലിച്ച് മാനിച്ച് ജീവിക്കാൻ നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ സീറയിലെ കഴിഞ്ഞ 8 ക്ലാസ്സുകളിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം വരെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞു നിർത്തിയിട്ടുള്ളത്. നമുക്കിനി പറയാനുള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശമാഇലുകളെ സംബന്ധിച്ചാണ്. ശമാഇൽ എന്ന് പറഞ്ഞാൽ ശരീരപ്രകൃതി, അതേപോലെ സ്വഭാവങ്ങൾ ഉൾക്കൊള്ളുന്ന കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. 1.25 ലക്ഷം പ്രവാചകന്മാരിൽ എല്ലാ പ്രവാചകന്മാരും പൂർണ്ണതയുള്ള ആളുകളായിരുന്നു. നബിമാരെ ഒന്നും അല്ലാഹു തആല ന്യൂനതയുള്ള ആളുകളായിട്ട് അയക്കാറില്ല. അതിൻ്റെ പ്രധാനമായ കാരണം ന്യൂനതയുള്ള ആളുകളെ ജനങ്ങൾ ഉൾക്കൊള്ളാൻ താല്പര്യം കാണിക്കുകയില്ല എന്നുള്ളതാണ്. ഒരാൾക്കൊരു കുറവുണ്ടെങ്കിൽ ആ കുറവിനെ എടുത്തു വെച്ചുകൊണ്ട് അയാൾ കൊണ്ടുവന്ന സത്യത്തെ നിഷേധിക്കും. അത് പൊതുവായൊരു സ്വഭാവമാണത്. അതിൻ്റെ എല്ലാം പുറമെ ഒരു പൊതുതത്വമാണ്. ആരെയും ആക്ഷേപിക്കാനോ കുറവ് കാണിക്കാനോ വേണ്ടിയുള്ളതല്ല. ബാഹ്യമായിട്ടൊരു ന്യൂനത ഒരാളിലുണ്ട് എങ്കിൽ ആന്തരികമായിട്ടും ആ ന്യൂനത അയാളിലുണ്ടാകുമെന്നുള്ളതാണ്. അതൊരു പൊതുവായ തത്വമാണ്. പുറത്തൊരു വൈകല്യം ഒരാൾക്കുണ്ട് എങ്കിൽ ആ വൈകല്യം അയാളുടെ ഉള്ളിലും ഉണ്ടാകും. അയാളുടെ പെരുമാറ്റത്തിലോ അയാളുടെ സ്വഭാവത്തിലോ സംസ്കാരത്തിലോ അതുണ്ടാവും. അതുകൊണ്ട് തന്നെ പ്രവാചകന്മാർ ഒരു ന്യൂനതയും ഇല്ലാത്ത ആളുകളായിരിക്കും. ഇതിൽ ആക്ഷേപമായി പറയുന്ന ഒരു വിഷയം മൂസ അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ വിക്കുണ്ടായിരുന്നു എന്നെല്ലാം ചില തഫ്സീറുകളിൽ കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ അത് വിക്കല്ല, സംസാര പാഠവം കുറവായിരുന്നു, വാക്ചാതുര്യത കുറവായിരുന്നു എന്നെല്ലാമാണ് അതിനെപ്പറ്റി ഉലമാക്കൾ പറയുന്നത്. എന്തായാലും അങ്ങനെ ഈ പറയുന്നതനുസരിച്ച് വിക്ക് ഉണ്ട് എങ്കിൽ തന്നെയും അദ്ദേഹം ജന്മന അങ്ങനെ ആയി വന്ന ആളല്ല. പിന്നീട് ഫിർഔന്റെ കൊട്ടാരത്തിൽ വെച്ച് തീക്കണൽ വായിലിട്ടപ്പോൾ ഉണ്ടായ ന്യൂനതയാണ് എന്നെല്ലാം പറയുന്നു. പിന്നെ അതൊരു ന്യൂനതയായി എടുക്കേണ്ടതുമില്ല എന്നുള്ളതാണ് പറയുന്നത്. മൂസ അലൈഹിസ്സലാം അള്ളാഹുവിനോട് നടത്തിയ പ്രാർത്ഥനയിലെല്ലാം ഈ സംസാരത്തിനുള്ള ഈ ഒഴുക്ക് കിട്ടുന്നില്ല എന്നുള്ളത് പരാതിയായി പറഞ്ഞതായി വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും. 20-ാം അധ്യായം ത്വാഹ സൂറത്തിലെ 27-ാം വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി. പ്രാർത്ഥനയാണ് അള്ളാഹുവിനോട്. ഫിർഔന്റെ അരികിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ പോകാൻ തടസ്സമൊന്നുമില്ല, പക്ഷേ ഇങ്ങനെയുള്ള ചില തടസ്സങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് എൻ്റെ നാവിനൊരു കെട്ടുണ്ട്. അതുകൊണ്ട് വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി, എൻ്റെ നാവിൻ്റെ കെട്ടൊന്ന് അഴിച്ചു തരണേ എന്ന് പ്രാർത്ഥിച്ചത്. അതുപോലെ തന്നെ മറ്റൊരു അധ്യായത്തിൽ കാണാൻ, സൂറത്ത് ശുആറയിൽ കാണാൻ കഴിയും, ഖാല റബ്ബി ഇന്നി അഖാഫു അൻ യുകദ്ദിബുനി. അയാൾ എന്നെ കളവാക്കുമോ എന്നെനിക്ക് പേടിയുണ്ട്. വയളീഖു സദ്രി, എൻ്റെ മനസ്സ് ഒന്ന് കുടുസാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈഡായിട്ട് ചിന്തിക്കാൻ എനിക്ക് കഴിയുന്നില്ല. വലാ യന്തിഖു ലിസാനി, എൻ്റെ നാവോട്ടമില്ലാത്ത ഒരാളാണ് ഞാൻ, നാവിന് ഒഴുക്ക് കുറവാണ് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ കൂടെ അഖി ഹാറൂന, എൻ്റെ സഹോദരൻ ഹാറൂനെ നീ അയക്കണേ. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താ? ഹുവ അഫ്സഹു മിന്നി ലിസാനൻ, എന്നേക്കാൾ നന്നായി സംസാരിക്കാൻ കഴിയുന്ന ആളാണ്. നന്നായി സംസാരിക്കാൻ കഴിയുക എന്നുള്ളത് ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന വലിയ നേട്ടമായി തന്നെയാണ്. എല്ലാ പ്രവാചകന്മാരും നന്നായി സംസാരിക്കാൻ കഴിയുന്ന ആളുകളായിരുന്നു. ഈ ദഅവത്ത് രംഗത്ത്
അള്ളാഹു ഒരു മനുഷ്യന് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു നിഅമത്താണ് വാചാലമായി സംസാരിക്കാൻ കഴിയുക എന്നുള്ളത്. കാരണം ഈ വാചാലമായ സംസാരത്തിൽ ഒരു വശ്യതയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇന്ന ഫിൽ ബയാനി ലസിഹ്റ. അതിന് സിഹ്ർ എന്ന പ്രയോഗമാണ് നടത്തിയത്. സംസാരത്തിനൊരു വശ്യതയുണ്ട്. അപ്പോൾ അത് അള്ളാഹു ഒരു മനുഷ്യന് കൊടുക്കുന്ന നിഅമത്താണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എൻ്റെ കൂടെ അയക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ അറിയേണ്ടത്, ഇപ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, പ്രവാചകന്മാർക്ക് അങ്ങനെ ഒരു ന്യൂനത വന്നാൽ ആ ന്യൂനതയെ ജനങ്ങൾ എടുത്ത് ഉയർത്തിപ്പിടിക്കുമെന്നുള്ളത്. അതിന് 2 ഉദാഹരണങ്ങൾ പറയാം. അതിൽ ഒന്നാമത്തേത് മൂസ അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് രണ്ടും. അതിൽ ഫിർഔന്റെ അരികിലേക്ക് മൂസ അലൈഹിസ്സലാം എത്തിയപ്പോൾ ഫിർഔൻ ചോദിക്കുന്നുണ്ട്, ഈ മിസ്റിൻ്റെ ആധിപത്യം എനിക്കാണ്, എൻ്റെ കാലിൻ്റെ ചുവട്ടിലൂടെയാണ് ഈ നദി ഒഴുകുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, അം അന ഖൈറും മിൻ ഹാദല്ലദി ഹുവ മഹീനുൻ വലാ യകാദു യുബീൻ. ശുദ്ധ ഖുർആനിലെ സുഹറുഫിൽ 43-ാം അധ്യായം സുഹറുഫിൻ്റെ 52-ാമത്തെ വചനാണിത്. അവനാണോ ഈ നിന്ദ്യനായ, വേണ്ടതുപോലെ വർത്താനം പറയാൻ പറ്റാത്ത അവനാണോ എന്നെക്കാൾ മികച്ചവൻ? കണ്ട ആ പോയിന്റ് എടുത്ത് വെച്ചത് കണ്ട. എന്താ ന്യൂനത ഉള്ളത്? സംസാരിക്കാൻ വലിയ പാഠമില്ല എന്നുള്ളതാണ്. അതിനെ വിമർശിക്കാൻ വേണ്ടി ഫിർഔൻ ഒന്നാമതെടുത്തു വെച്ച കാര്യമാണ് സംസാര പാഠവമില്ലാത്ത നിന്ദ്യനായ ഇവനാണോ ഈ മിസ്റിന്റെ അധിപനായ എന്നേക്കാൾ മികച്ചവൻ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബനീ ഇസ്രായേൽക്കാർ കുളിക്കാൻ ഇറങ്ങുമ്പോൾ, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഓർമ്മയില്ല, കുളിക്കാൻ ഇറങ്ങുമ്പോൾ അവർ നഗ്നമായിട്ടാണ് കുളിച്ചിരുന്നത്. ഇമാം ബുഖാരി സ്വഹീഹുൽ ബുഖാരിയിൽ ഈ സംഭവം രേഖപ്പെടുത്തുന്നുണ്ട്. നഗ്നരായിട്ടാണ് കുളിച്ചത്. അത് അവരുടെ കൾച്ചറിലാണ്. ആണല്ലോ, ഇന്നുണ്ടല്ലോ പല്ലേക്കാത്ത മനുഷ്യന്മാർ, നിന്ന് മൂത്രമൊഴിക്കുന്ന മനുഷ്യന്മാരിൽ. അപ്പോൾ നഗ്നരായി കുളിച്ചിരുന്ന ഈ ആളുകളുടെ ഇടയിൽ മൂസ അലൈഹിസ്സലാം എന്ത് ചെയ്തില്ല? അവരോടൊപ്പം കൂടിയിരുന്നില്ല. അദ്ദേഹം കുളിക്കാൻ ഇറങ്ങുന്നത് വരെയും വസ്ത്രം ധരിക്കും. വെള്ളത്തിൽ ഇറങ്ങിക്കഴിയുമ്പോൾ ആ വസ്ത്രം എടുത്തിട്ട് മാറ്റിവെക്കും. അങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വഭാവം. അദ്ദേഹത്തെ സംബന്ധിച്ച് ബനീ ഇസ്രായേലുകാർ പറഞ്ഞു, മൂപ്പര് തുണി ഉടുത്തിട്ട് കുളിക്കാൻ ഇറങ്ങണത് മൂപ്പര് ആദറായതുകൊണ്ടാണ്. ആദർ എന്ന് പറഞ്ഞാൽ ഈ മറ്റേ മണിവീക്കം അങ്ങനത്തെ അസുഖമുണ്ടല്ലോ, പുരുഷന്മാർക്കുണ്ടാകുന്ന അസുഖമാണ്. ആ അസുഖമുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ടാണ് മൂപ്പര് കുളിക്കാൻ ഇറങ്ങാത്തതെന്ന് പറയും. അങ്ങനെ തുണി ഉടുത്തിട്ട് ഇറങ്ങണമെന്ന് പറഞ്ഞു. അത് കാണാതിരിക്കാൻ വേണ്ടിയാണ്. അള്ളാഹു അത് വ്യക്തമാക്കി കൊടുക്കുകയും ചെയ്തു. ആ കല്ല്, ഈ വസ്ത്രവും കൊണ്ട് കല്ല് ഓടി എന്നാണ് പറയുന്നത്. അഴിച്ചു വെച്ച ഡ്രസ്സ് എടുത്തുകൊണ്ട് കല്ല് ഓടിയെന്നും, അദ്ദേഹം ആ കല്ലിൻ്റെ പുറകെ ഓടിയപ്പോൾ, വസ്ത്രം എടുക്കാൻ വേണ്ടി ഓടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ നഗ്നത കാണുകയും അദ്ദേഹം ഈ രോഗിയല്ല എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു എന്ന് ബുഖാരിയുടെ ഒരു റിപ്പോർട്ട് കാണാൻ കഴിയുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്തോ ആകട്ടെ. അപ്പോൾ അതാണ് ഒന്നാമത് പ്രവാചകന്മാരെ പറ്റി അറിയേണ്ടത്. രണ്ടാമത്, ഏറ്റവും നല്ല സ്വഭാവം ഉള്ള ആളായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പറഞ്ഞ ഇന്നക ലഅലാ ഖുലുഖിൻ അദീം, അങ്ങ് ഏറ്റവും ഉത്തമമായ സ്വഭാവത്തിൻ്റെ ഉടമയാണ്. എല്ലാ പ്രവാചകന്മാരും അങ്ങനെയാണ്. അവിടെയും മൂസ അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് പറയുന്നിടത്ത് അദ്ദേഹത്തിന് കുറച്ച് ദേഷ്യം കൂടുതലാണെന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ച് പരാമർശിക്കുന്നിടത്താണ് ആ ഭാഗം കാണുന്നത്. അപ്പോൾ സ്വഭാവ ഗുണം ഏറ്റവും മികച്ചതായിരിക്കും. അവിടെ ഖുർആൻ പറയുന്നത് ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും, എൻ്റെ കാരുണ്യം കൊണ്ടാണ് അങ്ങ് അവരോട് സൗമ്യമായി പെരുമാറുന്നത്. വലൗ കുന്ത ഫദ്ദൻ ഖലീദൽ ഖൽബി, അങ്ങെങ്ങാനും പരിശമായ ഹൃദയത്തോടുകൂടെ സംസാരിക്കുന്ന ഒരാളായിരുന്നുവെങ്കിൽ ലംഫദ്ദു മിൻ ഹൗലിക, അങ്ങയുടെ ചുറ്റിൽ നിന്നും അവരൊക്കെ അകന്നു പോകുമായിരുന്നു. അതങ്ങനെ തന്നെയാണ്. സംസാരത്തിൽ ഏറ്റവും മികച്ച ഒരാളായിരിക്കണം, ഏറ്റവും സ്വഭാവ ഗുണമുള്ള ആളായിരിക്കണം ആര്? പ്രബോധനം നടത്തുന്ന എല്ലാ ആളുകളും. പ്രവാചകന്മാരുടെ പാരമ്പര്യമായിട്ടാണ് ഈ പ്രബോധനം കിട്ടിയിട്ടുള്ളത്. പ്രവാചകന്മാരിൽ നിന്നുള്ള അനന്തരമാണ് ഈ ദഅവത്ത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവർ ജനങ്ങളോടുള്ള പെരുമാറ്റത്തിൽ ആ മാന്യത വെച്ച് പുലർത്തേണ്ടതുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ സ്വാലിഹൽ അഖ്ലാഖ്, എന്നെ നിയോഗിച്ചിട്ടുള്ളത് ഏറ്റവും നല്ല സാലിഹായ സ്വഭാവത്തിൻ്റെ അങ്ങേ അറ്റം പൂർണ്ണതയുമായിട്ടാണ് എന്നെ നിയോഗിച്ചിട്ടുള്ളത്. ഏറ്റവും സൗമ്യവും, ഏത് തിന്മകളാണെങ്കിലും നേരിട്ട് വരുന്ന തിന്മകളെ
നന്മ കൊണ്ട് മാത്രം അഭിമുഖീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇമാം ബുഖാരിയുടെ റിപ്പോർട്ടിൽ നമ്മൾ കേട്ട് പരിചയമുള്ളൊരു സംഭവമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബുർദ, പുതപ്പ്, അതായത് അബിസീനിയയിൽ നിർമ്മിച്ച ഒരു പരിക്കനായ ബുർദ ഉണ്ടായിരുന്നു, പുതപ്പുണ്ടായിരുന്നു. ഒരു അയറാബി വന്നിട്ട് ആ പുതപ്പ് വലിച്ചു. അതിൻ്റെ അരികെ നല്ല മൂർച്ചയുള്ളതായിരുന്നു. അത് തൊട്ടിട്ട് നബിയുടെ തോളത്ത് മുറിവുണ്ടായി. അയറാബി തിരിഞ്ഞു നോക്കിയപ്പോൾ അയറാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അയാൾ പറഞ്ഞു, ആയത്തി മിൻ മാലില്ലാഹി ആതാക്കല്ലാ, അള്ളാഹ് നിനക്ക് തന്ന പൈസയെന്ന് കുറച്ച് പൈസ എനിക്ക് താടാന്ന് പറഞ്ഞു. റസൂലുള്ളാഹിയോട് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിരിച്ചുകൊണ്ട് അയാൾക്ക് സദഖ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരു യഹൂദി വന്ന്, നബി ഈ ജൂതൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു യഹൂദി വന്ന്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കൂടെ ഉണ്ട്. അപ്പോൾ റസൂലിനെ ഒന്ന് പരസ്യമായിട്ട് ആക്ഷേപിക്കണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ ജൂതൻ പറഞ്ഞ് എൻ്റെ പൈസ തരണം, ഇപ്പം തരണം എൻ്റെ പൈസ. അവധി എത്തിയിട്ടില്ല, അവധി നിശ്ചയിച്ചതാണ്. അങ്ങനെയാണല്ലോ പരസ്യമായിട്ട് പൈസ അഥവാ കൊടുക്കാനുള്ള ഒരാളുണ്ടെങ്കിൽ അയാൾ പൈസ കിട്ടാണ്ടെങ്കിൽ പരസ്യമായിട്ട് പിന്നെ അയാളുടെ ഇറങ്ങുമ്പോൾ അയാൾ എന്തായാലും കൊടുക്കും, അല്ലെങ്കിൽ അയാളുടെ വീട്ടിൽ പോകും, അങ്ങനെയൊക്കെ ഇതുണ്ടല്ലോ. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ ഉണ്ടായത്. എൻ്റെ പൈസ തരണം. നിങ്ങൾ അബ്ദുൽ മുത്തലിബിൻ്റെ കുടുംബക്കാർ പൈസ മേടിച്ചാൽ കൊടുക്കാത്ത ആൾക്കാരാണെന്ന് ഇങ്ങനെ ഒരു വർത്താനുണ്ട്, ആ കൂട്ടത്തിൽ പറഞ്ഞതാണ്. അത് കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിന് ദേഷ്യം വന്ന് അദ്ദേഹം ഒച്ചെടുത്ത് അദ്ദേഹം പറഞ്ഞ്, നീ ഈ പറഞ്ഞ വർത്താനത്തിന് എൻ്റെ സ്വഭാവം അനുസരിച്ച് നിന്നെ കൊല്ലലാണ്, റസൂലുള്ളാഹി കൂടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഒന്നും ചെയ്യാത്തതെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചതാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് മിണ്ടാതിരിക്കണമെന്ന് പറയാം. കാരണം ഞാൻ അയാൾക്ക് പൈസ കൊടുക്കാനുള്ളതാണ്, അവധി എത്തിയില്ല എന്നുള്ളത് ഇവിടെ ചർച്ചയല്ല. ഞാൻ അയാൾക്ക് പൈസ കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ഇപ്പം എൻ്റെ കയ്യിൽ പൈസ കൊടുക്കാനില്ല, ആ പണം ഉമർ ഇപ്പം കൊടുക്കണം. പോരാത്തതിന് കുറച്ച് പൈസ കൂടുതലും കൊടുക്കണം, 4 ദീനാർ കൂടുതൽ കൊടുക്കണം. എന്തിനാ? അയാളെ പേടിപ്പിച്ചില്ലേ? അയാളെ പേടിപ്പിച്ചതിന് 4 ദീനാർ കൂടുതൽ കൊടുക്കാനും പറഞ്ഞു. അപ്പം ഇത് റസൂലിലേക്ക് ചേർത്ത് വെച്ചൊരു സംഭവമാണ് ഈ കാണുന്നത്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇപ്പം തളിക തട്ടിയ സംഭവമൊക്കെ ഹദീസുകൾ വളരെ ഇതാണ്. നമ്മൾ ഈ നിക്കാഹിൻ്റെ ഒക്കെ ഖുത്ബകളിലൊക്കെ കേൾക്കാറുണ്ട്. സഫിയ്യ റളിയല്ലാഹു അൻഹ കൊടുത്ത ഭക്ഷണ പദാർത്ഥം ഒരു മൺപാത്രത്തിലാക്കിയിട്ടാണ് നബിയുടെ അരികിലെത്തുന്നത്, ഭൃത്യ കൊണ്ടുപോയി കൊടുക്കുന്നത്, വേലക്കാരി കൊണ്ടുപോയി കൊടുക്കുന്നത്. നബി അത് വാങ്ങിക്കലും നബിയുടെ കയ്യിൽ നിന്നിട്ട് ആ പാത്രം ആയിഷ ഉമ്മ തട്ടിത്തെറിപ്പിച്ച് ആ പാത്രം താഴെ വീണ് പൊട്ടി. നമ്മുടെ പ്രതികരണം എന്തായിരിക്കും? ഞാനും ഭർത്താവാണ്, നിങ്ങളൊക്കെ ഭർത്താക്കന്മാരാണ് അല്ലേ? അങ്ങനെ ഒരു സിറ്റുവേഷനെ നമ്മൾ ഫേസ് ചെയ്താൽ നമ്മൾ എങ്ങനെ പ്രതികരിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭക്ഷണം പെറുക്കിയെടുത്തു, അതിന് കുറച്ച് കഴിച്ചു. എന്നിട്ട് സഫിയയുടെ വേലക്കാരിനോട് പറഞ്ഞു, റസൂൽ അത് തിന്നെന്ന് പറഞ്ഞേക്ക് ഉമ്മാനോട്. എന്നിട്ടാണ് പൊട്ടിയ പാത്രം പറക്കാൻ ഒരുങ്ങിയത്. അപ്പോൾ ആയിഷ ഉമ്മ വന്നിട്ട് നബീനോട് മാപ്പ് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് നടത്തിയ പ്രതികരണമാണ് ശ്രദ്ധേയം. മാപ്പ് ചോദിച്ചപ്പോൾ പറഞ്ഞ്, ഞാൻ മാപ്പാക്കിയില്ലെങ്കിൽ പിന്നെ ആര് മാപ്പാക്കാനാണ് ആയിഷ? പക്ഷേ പാത്രം സഫിയയുടെയാണ്, അത് മേടിച്ചു കൊടുക്കണം. അതാണ് ഒരു സ്വഭാവ സവിശേഷതയായിട്ടാണ് അതാ കാണുന്നത്. അപ്പോൾ ഏറ്റവും നല്ല സ്വഭാവ സവിശേഷതയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത്. പിന്നെ പ്രവാചകന്റെ രൂപ ലാവണ്യം, ഏറ്റവും സൗന്ദര്യമുള്ള ആൾ. ഇവിടെ ഭയങ്കര ചർച്ച തന്നെ ഈ വിഷയത്തിൽ ഉലമാക്കൾ നടത്തിയിട്ടുണ്ട്. ഗ്രന്ഥങ്ങൾ ഈ വിഷയത്തിൽ രചിച്ചിട്ടുണ്ട്, റസൂലിൻ്റെ സൗന്ദര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ. അതിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് യൂസുഫ് അലൈഹിസ്സലാമിനാണോ അതല്ല റസൂലിനാണോ ഏറ്റവും കൂടുതൽ സൗന്ദര്യം? ഉലമാക്കൾ ഭൂരിപക്ഷവും പറയുന്നത് റസൂലിനാണ് ഏറ്റവും കൂടുതൽ സൗന്ദര്യം. യൂസുഫ് അലൈഹിസ്സലാമിന് അള്ളാഹു കൊടുത്ത സൗന്ദര്യം എന്ന് പറഞ്ഞ് ഊതിയ ശത്രുൽ ഹുസ്ൻ, സൗന്ദര്യത്തിൻ്റെ പകുതി കൊടുത്തു എന്ന് പറയുന്നു. ഏത് സൗന്ദര്യത്തിൻ്റെ പകുതി? ഒരു ആപേക്ഷികമാണല്ലോ, എന്തിനേലും ഒന്ന് ആസ്പദമാക്കിക്കൊണ്ട് അതിൻ്റെ പകുതി കിട്ടിയെന്നല്ലേ പറഞ്ഞത്. ഏത് സൗന്ദര്യത്തിൻ്റെ പകുതിയാണ് യൂസുഫ് അലൈഹിസ്സലാമിനുള്ളത് എന്ന ചോദ്യത്തിന് മറുപടി പറയാണ് റസൂലിൻ്റെ സൗന്ദര്യത്തിൻ്റെ പകുതി. കണ്ടില്ലേ? അപ്പോൾ ഏറ്റവും വലിയ സൗന്ദര്യമുള്ളത് ആയിഷ ഉമ്മയെ വിവാഹം കഴിച്ച് വീട്ടിൽ കൂടുന്നത് മദീനയിൽ വെച്ചാണ്. മദീനയിൽ വെച്ച് വീട്ടിൽ കൂടുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുതിയാപ്പിള വേഷം ധരിച്ചിട്ടുണ്ടായിരുന്നു, പുതിയ വേഷമൊക്കെ ധരിച്ചിട്ടുണ്ടായിരുന്നു. ആയിഷ ഉമ്മ പറയുകയാണ്, എൻ്റെ റസൂലിനെ എങ്ങാനും
യൂസുഫിന്റെ കാലത്തെ പെണ്ണുങ്ങൾ കണ്ടിരുന്നെങ്കിൽ അവർ കൈക്ക് പകരം ഹൃദയം മുറിച്ചു കളയുമായിരുന്നു എന്ന്. അത്ര സൗന്ദര്യത്തിന്റെ ഉടമയാണ്. ആകർഷണീയതയെ സംബന്ധിച്ച് പറയുന്നത് ഹസ്സാൻ ഇബ്നു സാബിത്ത് പറയുന്ന ഒരു വാക്യപ്രകാരമാണ്, വഅഹ്സനു മിൻകലം തറഖത്തു ഐനി വഅജ്മലു മിൻകലം തലിദുൻ നിസാഉ ഖുലിഖ്ത മുബറഅൻ മിൻ കുല്ലി ഐബിൻ കഅന്നക ഖദ് ഖുലിഖ്ത കമാ തശാഉ. എല്ലാത്തിലും പ്രയോഗമാണത്. വഅഹ്സനു മിൻകലം തറഖത്തു ഐനി, ഒരു കണ്ണും ഇതുവരെ കാണാത്ത തരത്തിലുള്ള സൗന്ദര്യമാണ് അങ്ങയുടേത്. വഅജ്മലു മിൻകലം തലിദുൻ നിസാഉ, ഇന്ന് വരെ അങ്ങയുടെ സൗന്ദര്യം പോലെയുള്ള ഒരു സൗന്ദര്യമുള്ള ഒരാളെ ഒരു പെണ്ണും പ്രസവിച്ചിട്ടില്ല. ഖുലിഖ്ത മുബറഅൻ മിൻ കുല്ലി ഐബിൻ, എല്ലാ ന്യൂനതകളിൽ നിന്നും പൂർണ്ണതയുള്ള ആളായിട്ടാണ് അങ്ങയെ സൃഷ്ടിച്ചിട്ടുള്ളത്. കഅന്നക ഖദ് ഖുലിഖ്ത കമാ തശാഉ, അങ്ങ് ഉദ്ദേശിക്കുന്നത് പോലെയാണ് അല്ലാഹു അങ്ങയെ സൃഷ്ടിച്ചത് എന്ന്. അത് ഒരു ആലങ്കാരിക പ്രയോഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശമാഇലുകൾ പറയുന്നതിൽ നമുക്ക് എടുത്തു പറയാൻ കഴിയുന്ന ഒരു കാര്യം ഉമ്മു മഅബദ് വിവരിച്ച വിവരണമാണ്. അതാണ് താരീഖുകളിൽ വളരെ ഭംഗിയായി കാണാൻ കഴിയുന്നത്, ഉമ്മു മഅബദിന്റെ വിവരണം. ഉമ്മു മഅബദ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ അവർ 3 ആളായിരുന്നു ഉണ്ടായിരുന്നത് ഹിജ്റയുടെ സമയത്ത്. ഒന്ന് റസൂലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും പിന്നെ അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖത്ത് എന്ന വഴികാട്ടിയുമാണ് ഉണ്ടായിരുന്നത്. അപ്പം ഈ ഒരു ഹിറയിൽ നിന്നിട്ട് ഗാർ സൗറിൽ നിന്നിട്ട് ഇറങ്ങി പിന്നെ പോകുന്ന വഴിക്ക് ഒരു ഗ്രാമത്തിലെത്തി, മറ്റേ ഇവരുടെ ഹുസാ ഗോത്രക്കാരുടെ ഒരു ഗ്രാമത്തിലെത്തി. ഹുസാ ഗോത്രക്കാരുടെ ഗ്രാമത്തിൽ അവിടെ ആര് ചെന്നാലും ഭക്ഷണം ലഭ്യമായിരുന്ന ഒരു വീടായിരുന്നു ഉമ്മു മഅബദിൻ്റെ വീട്. ആർക്ക് വേണമെങ്കിലും അവിടെ ചെല്ലാം, പൈസ കൊടുത്തോ അല്ലാതെയൊക്കെ ആയിട്ട് ഭക്ഷണം അവിടെ കിട്ടും. ഉമ്മു മഅബദ് നന്നായിട്ട് സൽക്കരിക്കുകയും ചെയ്യുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു മഅബദിൻ്റെ വീട്ടിൽ ചെന്നിട്ട് ചോദിച്ചു, എന്തെങ്കിലും ഭക്ഷണമുണ്ടോ, പണം തരാം എന്ന് പറഞ്ഞു. ഉമ്മു മഅബദ് പറഞ്ഞു, ഇവിടെ കഴിഞ്ഞ കാലം ഒരു ക്ഷാമമുണ്ടായി, ആ ക്ഷാമത്തിൽ ഇവിടെ കൃഷിയൊക്കെ നശിച്ചു, കന്നുകാലികളെല്ലാം ചത്തൊടുങ്ങിപ്പോയി, അതുകൊണ്ട് തന്നെ ഭക്ഷണമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് റസൂലുള്ളാഹിന്റെ ശ്രദ്ധയിലേക്ക് അവിടെ ഒരു ആട് ഉണ്ട്. ആടിനെ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഹൽ ബിഹാ മിൻ ലബൻ, പാലുണ്ടാവുമോ? ആട് കറന്നാൽ പാൽ കിട്ടും. അപ്പോൾ അവർ പറഞ്ഞു, ഹിയ അജ്ഹദ് മിൻ ദാലിക, അതിനൊന്നിനും കൊള്ളില്ല അത്, കാരണം ഈ ക്ഷാമത്തിൽ അതിന് പുല്ലും വെള്ളമൊന്നും കിട്ടാണ്ട് അത് ആകെ ഇതായിപ്പോയി, കറവ വറ്റിപ്പോയതാണെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അത്തഅദീനി ഇലാ അൻ അഹ്ലബ, അതിനെ കറക്കാനുള്ള അനുവാദം എനിക്ക് തരൂ, ഞാൻ കറന്നു നോക്കട്ടെ. ഈ ഹിജ്റ വേളയിലുള്ള മുഅ്ജിസാത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു മുഅ്ജിസത്താണിത്. അത് നമുക്ക് ഹിജ്റ വിവരിക്കുമ്പോൾ പറയാനുള്ളതാണ്. ഈ സന്ദർഭം ഇത് പറയേണ്ടതായതുകൊണ്ട് ഞാൻ പറയുന്നു മാത്രം. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞ, നഅം ബി അബി അൻത വ ഉമ്മി ഇൻ റഅയ്ത ബിഹാ ഹൽബൻ ഫഹ്ലിബ്ഹാ, കറന്ന പാല് കിട്ടുമെങ്കിൽ കറന്നു, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അകിടിൽ തട്ടി ബിസ്മി ചൊല്ലി കറന്നു. അവരും കൂടെയുള്ള 3 പേരും, അവർ 3 ആളും ആ പാല് കുടിച്ചു, ധാരാളം കുടിച്ചു. ഒരു പാത്രം നിറയെ പാൽ അവിടെ കൊടുത്തിട്ടാണ് പോണത്. അങ്ങനെ ഉമ്മു മഅബദ് ഈ അത്ഭുതം കണ്ടിരിക്കുകയാണല്ലോ, അവർ പോവുകയും ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ അബുൽ മഅബദ് വന്നു, ഉമ്മു മഅബദിൻ്റെ ഭർത്താവ് വന്നു. ഭർത്താവ് വന്നപ്പോൾ വീട് ദാരിദ്ര്യത്തിൻ്റെ വീടാണ്, അവിടെ ഒരു പാത്രം നിറയെ പാലിരിക്കുന്ന കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു. ഇതെന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ ഉമ്മു മഅബദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിവരിച്ച് പറയുന്നുണ്ട്. ആരാ വന്ന വ്യക്തിയെ പറ്റി പറയുകയാണ്. റഅയ്തു റജുലൻ ളാഹിറൽ വലാഅത്തി ഹസനൽ ഖുലുഖി മലിഹൽ വജ്ഹി ലം തഇബഹു തുജ്ലത്തുൻ വലം തുസിർ ബിഹി സഅലഹു ഖസീമുൻ വസീമുൻ ഐനൈഹി ദഅജുൻ വഫി അസ്ഫാരിഹി ഖസീമുൻ വതഫുൻ. അങ്ങനെ അങ്ങോട്ട് വിവരിച്ചു. ഞാനൊരു അതിൻ്റെ ചുരുക്ക വിവരണം പറയാം. ഏറ്റവും നല്ല സൗന്ദര്യമുള്ള ഒരാൾ ഇവിടെ വന്നിരുന്നു, നല്ല പ്രകാശിക്കുന്ന മുഖം, ഒത്ത ഭംഗിയുള്ള ശരീരം. റസൂലുള്ളാഹിയുടെ ശരീരം ഒത്ത ശരീരമായിരുന്നു. അതായത് വലിയ നീളം കൂടിയതോ നീളം കുറഞ്ഞ ആളുമല്ല. തടിയുടെ കനം കൊണ്ട് വയറ് വീർത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ വലിയ വയറില്ലായിരുന്നു. വികൃതമല്ലാത്ത ശരീരപ്രകൃതമായിരുന്നു. തലയിൽ കഷണ്ടി കയറിയിട്ടില്ല. അതുപോലെ തന്നെ കണ്ണുകളുടെ ആ രാശി അത് നല്ല കറുപ്പായിരുന്നു. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണിൽ നോക്കിയാൽ
കൊഹൽ എന്താണ് അതിൻ്റെ പേര്, സുറുമ എഴുതിയിട്ടുണ്ട് എന്ന് തോന്നിപ്പോകും. പക്ഷേ ഇല്ല, അങ്ങനെ എഴുതിയിട്ടുണ്ടാവില്ല. കൺപീലികൾക്ക് നീട്ടം കൂടുതലായിരുന്നു, കണ്ണിൻ്റെ പീലികൾ നീട്ടമുണ്ടായിരുന്നു, നല്ല ഗാംഭീര്യമുള്ള ശബ്ദമുണ്ടായിരുന്നു, വിശാലമായ പെരടി ഉണ്ടായിരുന്നു, നല്ല തിങ്ങിയ താടിയായിരുന്നു, നീണ്ട പിരികമായിരുന്നു, ഇറങ്ങിക്കിടക്കാൻ നീണ്ട പിരികം. ഈ പിരികം ഈ അറ്റം പോയിട്ട് ജോയിൻ്റ് ആയിരുന്നു. റസൂലുള്ളാഹിയുടെ പിരികം കൂടി ചേർന്ന പിരികമായിരുന്നു, ധാരാളം രോമമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ദീർഘമായി സംസാരിക്കുന്ന ആളല്ല, മിതമായി സംസാരിക്കുന്ന ആളായിരുന്നു. ദൂരെ നിന്ന് എവിടെ നിന്ന് നോക്കിയാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എടുത്തു കാണിക്കുമായിരുന്നു. അതിന് അവർ പറഞ്ഞ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ, 2 കൊമ്പുകളുടെ നടുവിൽ ഒരു കൊമ്പുണ്ടായാൽ എങ്ങനെയായിരിക്കും? അപ്പോൾ ആ കൊമ്പിനായിരിക്കില്ല, നടുവിലത്തെ കൊമ്പിനായിരിക്കുമല്ലോ പ്രാധാന്യം. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എടുത്തു കാണാം. സംസാരത്തിൽ മധുരം, മുത്തുകൾ കൊഴിഞ്ഞു വീഴുന്നത് പോലെ എനിക്ക് തോന്നിയിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം സംസാരിച്ചാൽ ആ സംസാരം ശ്രവിച്ചു കേൾക്കാൻ ആർക്കും തോന്നിപ്പോകും. അങ്ങനെ ഇത്രയും വർണ്ണന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് കൊടുത്തു. ആ കൂട്ടത്തിൽ പറഞ്ഞു, ചുമപ്പ് കലർന്ന ഒരു തരം വെളുപ്പ് നിറമായിരുന്നു റസൂലിൻ്റെ. ഇത്രയും പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അബുൽ മഅബദ് പറയാണ്, ഇത് തന്നെയാണ് ഖുറൈശികളിൽ വന്ന ആ വ്യക്തി എന്ന്. അപ്പോഴാണ് മനസ്സിലായത് ഇന്ന വ്യക്തിയാണെന്ന്. അബുൽ മഅബദ് പറയുന്നത്, ഞാനെങ്ങാനും അദ്ദേഹത്തെ കണ്ടിരുന്നെങ്കിൽ അയാളുടെ കൂടെ ഞാനും പോകുമായിരുന്നു. അങ്ങനെ റസൂലിനെ അന്വേഷിച്ച് അബുൽ മഅബദ് പോയി, പക്ഷെ കണ്ടുമുട്ടിയില്ല എന്നുള്ളതാണ്. അപ്പോൾ റസൂലിൻ്റെ ശരീരപ്രകൃതിയെ ഇങ്ങനെയാണ് വിവരിച്ചിട്ടുള്ളത്. ഇവിടെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസിൽ ഇപ്രകാരം കാണാം, മാ റഅയ്തു ശൈഅൻ അഹ്സന മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅന്ന അശംസ തജ്രി ഫീ വജ്ഹിഹി. സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് സൂര്യൻ ഉദിച്ചു നിൽക്കുന്നത് പോലെ തോന്നുമായിരുന്നു. സൂര്യ തേജസ്സായിരുന്നില്ല. ഓരോരുത്തരും അവരവരുടെ കണ്ണിനനുസരിച്ച് വർണ്ണിച്ചിട്ടുണ്ട്. ഹസ്സാൻ ഇബ്നു സാബിത്ത് വർണ്ണിച്ചത് ശബീഹുക ബദറുൽ ലൈലി ബൽ അൻത അൻവറു വവജ്ഹുക മിമ്മാഇൽ മലാഹാത്തി അസ്ഹറു ഫസുലുസുക കാഫൂറുൻ വറുബുഉക അംബറു വഖുമുസുക യാഖൂത്തുൻ വബാഖിക ജൗഹറു. മാഷാഅല്ലാഹ്, അത്രയും ഭയങ്കര ഭംഗിയുള്ള വർണ്ണനയാണ് ഇവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ, റസൂലിനെ പറ്റിയുള്ള മദ്ഹുകൾ, ഇത്തരത്തിലുള്ള വർണ്ണനകൾ പറയുന്നിടത്ത് നമുക്ക് എന്ത് ചെയ്യില്ല, കൂടുതൽ പഠനങ്ങൾ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിൻ്റെ 2 കാരണങ്ങളുണ്ട്. ഒന്നാമത്, അത് പഠിക്കാനുള്ള താല്പര്യം ആളുകൾക്ക് ഇല്ലാതെ പോയി. രണ്ടാമത്തെ വിഷയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ഇല്ലാത്ത വർണ്ണനകൾ നടത്തി നമ്മുടെ നാട്ടിൽ കുറേ മാലയും മൗലൂദും പാട്ടും ബൈത്തുകളൊക്കെ ഉണ്ടാക്കി. റസൂലിന് ഇല്ലാത്ത വർണ്ണനകൾ. അതുപോലെ അത് ഈ ഒരു ആരാധന പോലെ കൊണ്ടു നടക്കാൻ തുടങ്ങി. നിസ്കാരം നോമ്പിനേക്കാൾ കൂടുതൽ പ്രാധാന്യത്തോടു കൂടെ മാല മൗലൂദുകൾക്ക് പ്രാധാന്യം കൊടുത്തു. അങ്ങനെ വന്നപ്പോൾ അതിനെ എതിർക്കുകയും വിമർശിക്കുകയും ചെയ്തു വന്നപ്പോൾ ഇത് നഷ്ടപ്പെട്ടു നമ്മുടെ കയ്യിൽ നിന്ന്. റസൂലുള്ളാഹിയുടെ ശമായിലുകളെ പറ്റി പഠിക്കുന്നത് ആളുകളിൽ നിന്നില്ലാതെയായിപ്പോയി. ഇവിടെ ഹസ്സാൻ ഇബ്നു സാബിത്ത് പറഞ്ഞത്, അങ്ങയുടെ രൂപസാദൃശ്യം ബദറുൽ ലൈലി, 14-ാം രാവിൻ്റെ പൂർണ്ണ ചന്ദ്രനെ പോലെയാണ് അങ്ങയുടെ രൂപം, അങ്ങയുടെ ഭാവങ്ങൾ. അതല്ല, ബൽ അൻത അൻവർ, അതിനേക്കാൾ കൂടുതൽ പ്രകാശമുണ്ടങ്ങയ്ക്ക്. വവജ്ഹുക മിമ്മാഇൽ മലാഹത്തി അസ്ഹറു, അങ്ങയുടെ മുഖം തെളിമയാർന്ന വെള്ളത്തിലേക്ക് നോക്കിയാൽ എങ്ങനെയാകും അതേപോലെയാണ് അങ്ങയുടെ മുഖം. ഫസുലുസുക കാഫൂറുൻ, 1/3 കർപ്പൂരമാണ്. വറുബുഉക അംബറു, 4/1 അംബറാണ്. അംബർ എന്ന് പറഞ്ഞാൽ ഒരു വിലപിടിപ്പുള്ള സുഗന്ധം, തിമിംഗലത്തിൻ്റെ ഉച്ഛിഷ്ടത്തിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന ഒരു, ഇന്ന് ഏറ്റവും അവൈലബിളായ ഏറ്റവും വിലപിടിപ്പുള്ള ഇതാണ്, സുഗന്ധമാണ് അംബർ. അത് ഒരു മെഡിസിനും കൂടിയാണ്. വഹുമുസൂക യാക്കൂത്തുൻ, അങ്ങയുടെ 5/1 യാക്കൂത്താണ്, മാണിക്യമാണ്. വബാഖിക ജൗഹറു, ബാക്കിയെല്ലാം രത്നങ്ങളാകുന്നു നബിയെ. അങ്ങനത്തെ വർണ്ണന കൊടുക്കും. കാരണം അവർക്ക് അങ്ങനെയാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെ കാണാൻ കഴിയും. അത്രയധികം ഭംഗിയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ. നബിയുടെ കയ്യെ സംബന്ധിച്ച് പറയുന്നിടത്ത് ജാബിർ ഇബ്നു സമുറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഫവജത്തു ലിയദിഹി ബർദൻ കഅന്നമാ അഖ്റജഹാ മിൻ ജുബ്നത്തി അതാർ. സുഗന്ധങ്ങൾ ഇട്ട് വെക്കുന്ന പൂജയിൽ കൈയിട്ട് പുറത്തെടുത്താൽ ഉണ്ടാകുന്നത് പോലെ സുഗന്ധവും തണുപ്പും നബിയുടെ കയ്യിലുണ്ടായിരുന്നു. റസൂലിനെ കൈ പഠിച്ചിട്ട് പറഞ്ഞ റിപ്പോർട്ട് കാണാൻ കഴിയും, ഇത്രയേറെ മൃദുവായ ഒരു കൈത്തണ്ട ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളത്.
ഇത് അങ്ങനെ പറയുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരുത്തിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അത് നമ്മളൊരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. സാധാരണ ശരീരപ്രകൃതിയല്ല റസൂലിൻ്റെ. ഇതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൻ്റെ ഒരു പ്രത്യേകതയിൽപ്പെട്ടതാണ് ഖാതമുൻ നുബുവ്വ. പ്രവാചകത്വ മുദ്ര ഉണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക്. എന്താ ഈ പ്രവാചകത്വ മുദ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിരവധി ഹദീസുകൾ പ്രവാചകത്വ മുദ്രയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതായ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ജാബിർ ബിൻ സമ്റ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഇമാം മുസ്ലിം രേഖപ്പെടുത്തുന്നുണ്ട്, റഅയ്തു ഖാതമൻ ഫീ വഹ്രി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുതുകിൽ ഒരു അടയാളം ഉണ്ടായിരുന്നു, ഒരു ഖാതം, ഒരു മുദ്ര ഉണ്ടായിരുന്നു. കഅന്നഹു ബൈളത്തു ഹമാം, പ്രാവിൻ്റെ മുട്ടയുടെ വലിപ്പത്തിൽ. മുളച്ചിരിക്കാന്നല്ല, ഒരു തടിപ്പ്, പ്രാവിൻ്റെ മുട്ടയുടെ വലിപ്പത്തിൽ ഒരു തടിപ്പ് റസൂലുള്ളാഹിയുടെ ഈ തോളിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു എന്നുള്ളത് കാണാൻ കഴിയും. അതിലേക്ക് സൂചിപ്പിക്കുന്ന നിരവധി റിപ്പോർട്ടുകൾ കാണാൻ കഴിയുന്നുണ്ട്. ഒരിക്കൽ അബ്ദുല്ലാഹി ഇബ്നു സർജിസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഇരുന്ന് ഞാൻ ഭക്ഷണം കഴിച്ചു. അങ്ങനെ ഭക്ഷണം കഴിച്ചതിന് ശേഷം സുമ്മ ദുർതു ഖൽഫഹു, ഞാൻ നബിയുടെ പുറകിൽ ഇങ്ങനെ വട്ടം കറങ്ങി നിന്നു. ഇതൊന്ന് കാണാൻ വേണ്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മനസ്സിലായി പ്രവാചകത്വ മുദ്ര കാണാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നതെന്ന്. റസൂലുള്ളാഹി എന്ത് ചെയ്തു? തൻ്റെ ബുർദ അഴിച്ചു കൊടുത്തു, കാണിച്ചു കൊടുത്തു. അപ്പോൾ അത് കാണും, ഒരു പ്രാവിൻ്റെ മുട്ടയുടെ വലിപ്പമുണ്ടായിരുന്നു. ആ റിപ്പോർട്ടിൽ കാണാൻ കഴിയും. അംസാലി സലീലി എന്നാണ് പറയുന്നത്. സലീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ പ്രാവിൻ്റെ മുട്ടയുടെ വലിപ്പത്തിൽ ഞാനത് കാണുകയുണ്ട്. ഒരു പാലുണ്ണിയുടെ വലിപ്പം, ഒരു വലിപ്പമുള്ളൊരു പാലുണ്ണി വന്നാൽ എങ്ങനെ ഉണ്ടാവും, അങ്ങനെ കാണുകയുണ്ടായി എന്നുള്ളത് കാണാൻ കഴിയും. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്, നമുക്കത് കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം, സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിൻ്റെ വരവാണ്. സൽമാൻ അൽ ഫാരിസിയുടെ ചരിത്രം ഒന്ന് നമ്മൾ വായിക്കേണ്ടതാണ് കേട്ടോ. നമ്മുടെ മലയാളത്തിലൊക്കെ അവൈലബിൾ ആണ് അദ്ദേഹത്തിൻ്റെ ചരിത്രങ്ങൾ. അതായത് പേർഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രായമുള്ള സഹാബി, ഏറ്റവും കൂടുതൽ പ്രായം 200 വയസ്സോളം ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് എന്നൊക്കെ റിപ്പോർട്ടുണ്ട്. എന്തോ അല്ലാഹു ആലം. ഏതായാലും അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട്, അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രങ്ങൾ, റസൂലുള്ളാഹി ജനിക്കുന്നതിന് മുമ്പേ ജനിച്ച ആളാണ്. അതിനു മുമ്പേ ജനിച്ച് അദ്ദേഹം ഇങ്ങനെ ഒരു പ്രവാചകനെ സംബന്ധിച്ച് കേട്ട് സത്യം എപ്പോഴെങ്കിലും കിട്ടും എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള യാത്രാമധ്യേ ഏറ്റവും ഉന്നത കുലത്തിൽ ജനിച്ച അതിസമ്പന്നനായ ഒരു വ്യക്തിയായിരുന്നു സൽമാൻ അൽ ഫാരിസി. അദ്ദേഹത്തിൻ്റെ യാത്രാമധ്യേ അദ്ദേഹം ക്രിസ്തുമതത്തിൽ പോയി കുറേ കാലം ക്രിസ്ത്യാനിയായി ജീവിച്ചു. കാരണം അന്ന് അവൈലബിൾ ക്രിസ്ത്യ മതമാണ്, അന്ന് തൗഹീദൊക്കെ ഉള്ള മതം അതായിരുന്നു. പിന്നീട് ജൂതമതത്തിൽ പോയി കുറേ കാലം ജൂതമതത്തിൽ ജീവിച്ചു. അവരിൽ നിന്നെല്ലാം പഠിച്ച് മനസ്സിലാക്കി മദീനയിലൊരു ആൾ വരാനുണ്ട്, ഒരു പ്രവാചകൻ വരാനുണ്ട്. അങ്ങനെ ആ തേടിയുള്ള യാത്രയിൽ അദ്ദേഹം ഒരു യാത്രാസംഘത്തിൻ്റെ കയ്യിൽപ്പെട്ട് അവരെ അടിമച്ചന്തയിൽ കൊണ്ടുപോയി വിറ്റ് അടിമയായി. അങ്ങനെ അടിമയായി മാറി അദ്ദേഹം കാലങ്ങൾ കടന്ന് പല നാടുകൾ താണ്ടി ഒടുവിൽ മദീനയിൽ വന്നു. അതാണ് സൽമാൻ അൽ ഫാരിസി. അദ്ദേഹം വേദഗ്രന്ഥങ്ങളിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കിയ 3 കാര്യങ്ങളുണ്ട്. റസൂലുള്ളാഹി വന്നു, ഇങ്ങനെ മദീനയിൽ എത്തി എന്നുള്ള വിവരം കിട്ടിയപ്പോൾ റസൂലിനെ കാണാൻ വേണ്ടി അദ്ദേഹം പോകുമ്പോൾ ഇത് ഞാൻ അന്വേഷിച്ച് നടന്ന റസൂൽ തന്നെയാണോ എന്ന് ബോധ്യപ്പെടുത്തപ്പെടാൻ അദ്ദേഹം ആ 3 പരീക്ഷണം നടത്തി. അതാണ് അബ്ദുല്ലാഹി ഇബ്നു ബുറൈദ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം തിർമിദി നബിയുടെ ശമാഇലുകൾ രേഖപ്പെടുത്തുന്നിടത്ത് കാണാൻ കഴിയുന്നത്. സമിഅതു അബീ ബുറദത യഖൂലു ജാഅ സൽമാൻ അൽ ഫാരിസി ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന ഖദിമൽ മദീനത ബിമാഇദത്തിൻ അലൈഹാ റുതബുൻ. നബിയുടെ അരികിലേക്ക് ഒരു മാഇദയുമായിട്ട് വന്നു. മാഇദ എന്ന് പറഞ്ഞാൽ ഒരു ഭക്ഷണ തളിക, അല്ലെങ്കിൽ ഭക്ഷണം വെക്കുന്നൊരു കൊട്ട, അതുമായിട്ട് വന്നു. അതിൽ നല്ല ഈത്തപ്പഴം ഉണ്ടായിരുന്നു. ആ ഈത്തപ്പഴവുമായിട്ട് നബിയുടെ അരികിലെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തത് വെച്ചപ്പോൾ നബി ചോദിച്ചു, യാ സൽമാൻ മാ ഹാദ, ഇതെന്താന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, സദഖത്തുൻ അലൈക, അങ്ങക്കുള്ള സദഖയാണ്, വഅല അസ്ഹാബിക, അങ്ങയുടെ കൂട്ടാളികൾക്കും കൊടുക്കാനുള്ള സദഖയാണെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇർഫഅഹ, അതെടുത്തോളൂ. ഫഇന്നാ ലാ നഅകുലു സദഖത, ഞങ്ങൾ സദഖ ഭക്ഷിക്കാറില്ല. സൽമാൻ ഫാരിസി എന്ന് പരീക്ഷിക്കാൻ വേണ്ടി ചെയ്തതാണ്. സദഖ ഭക്ഷിക്കാറില്ല എന്ന് പറഞ്ഞു. പിന്നീടൊരു ദിവസം ഇതുപോലെ ഇതുമായിട്ട് വന്നു, ഭക്ഷണവുമായിട്ട് വന്നു. അത് കൊടുത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ ഹാദാ യാ സൽമാൻ, ഇതെന്താന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഹദിയത്തുൻ ലക, അങ്ങക്കുള്ള ഹദിയയാണെന്ന് പറഞ്ഞു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉപസുത്തു, അവർക്കെല്ലാം കൊടുക്കാം, നമുക്കെല്ലാം കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്നെടുത്ത് കഴിക്കുകയും ചെയ്യും. അപ്പം അദ്ദേഹം മനസ്സിലാക്കിയ 2 അടയാളങ്ങളാണ്. ആ പ്രവാചകൻ സദക്ക ഭക്ഷിക്കുകയില്ല, ഹദിയ ഭക്ഷിക്കും. എന്താ സദക്കയും ഹദിയ എന്ന് പറഞ്ഞു? സദക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാനമാണ്, ഹദിയ എന്ന് പറഞ്ഞാൽ സമ്മാനമാണ്. രണ്ടും രണ്ടാണ്. അവ സമ്മാനം ഭക്ഷിക്കും, എന്നാൽ സദക്ക ദാനം ഭക്ഷിക്കാറില്ല എന്ന് പറഞ്ഞു. പിന്നീട് സൽമാൻ ഫാരിസി 2 അടയാളം മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം നബിയുടെ പിന്നിൽ പോയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ തൻ്റെ പുതപ്പ് മാറ്റിക്കൊടുത്തു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിയുടെ മുതുകിലുള്ള ആ അടയാളം അദ്ദേഹം കണ്ടു. ഫആമന ബിഹി, അങ്ങനെ അദ്ദേഹം റസൂലിൽ വിശ്വസിക്കുകയും ചെയ്തു. അപ്പം നബിയുടെ ശമാഇലുകളിൽ ഏറ്റവും ശ്രദ്ധേയമായൊരു ശമാഇലാണ് ഈ ഖാതമുൻ നുബുവ, പ്രവാചകത്വ മുദ്ര എന്നുള്ളത്. ഞാൻ ഏറ്റവും ചുരുങ്ങിയ വിവരണമാണ് ശമാഇലുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവരിച്ചിട്ടുള്ളത്. ഓരോന്നും വിവരിക്കേണ്ടത് തന്നെയാണ് സത്യത്തിൽ. പക്ഷേ നമുക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ, അതല്ലെങ്കിൽ ഇതിൽ നമ്മൾ കൂടുതൽ സമയം ചെലവഴിച്ചു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട വേറെ വിഷയങ്ങളിലേക്ക് നമുക്ക് പോകാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത് ചുരുക്കുന്നത്. അല്ലാഹു ഖൈറുലാക്കുമാറാകട്ടെ.